ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം നിജപ്പെടുത്താൻ തീരുമാനം. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയേക്കും. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, വലിയ രീതിയിൽ തിരക്കുണ്ടാകും എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു നിജപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? തീർച്ചയായും കാളിദാസ് പറഞ്ഞതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എത്തുന്നത്. മണ്ഡല പൂജ നടക്കുന്ന ഡിസംബർ 25-ന് 54,000 തീർത്ഥാടകർക്കും മണ്ഡല പൂജയ്ക്ക് സമാപനം കുറിച്ച് നടയടയ്ക്കുന്ന 26-ന് 60,000 തീർത്ഥാടകർക്കും മാത്രമാണ് ദർശനം അനുവദിക്കുക. മകരവിളക്ക് ദിവസങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. അതായത് അടുത്ത വർഷം ജനുവരി 12-ന് 60,000-വും 13-ന് 50,000-വും 14-ന് 40,000 തീർത്ഥാടകർക്കുമാണ് ദർശനം ഉറപ്പുവരുത്തുക. ഈ ദിവസങ്ങളിലൊന്നും സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ഹൈക്കോടതിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും. എന്തായാലും ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി സന്നിധാനത്ത് 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം 20,000-ത്തിലധികം ഭക്തർ ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി ഭക്തരുടെ എണ്ണം ക്രമീകരിക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. കാളിദാസ്. ശരി.